ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിറ്റിൽ ലാബ് ലേണിംഗ്. ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റിയിലെ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ, അതിൻ്റെ ഡെഫിനേഷൻ എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സും സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ പറഞ്ഞു. ഇത്തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഇടയിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്, അല്ലെ? ഇത്തരം ഇടപെടലുകളിലൂടെ, നിരന്തരമായ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നത്, നമ്മുടെ ക്യാരക്ടർ ഉണ്ടാവുന്നത്, നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും. ഇങ്ങനെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കൂട്ടം നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം. ഓക്കെ, socialization is a process of acquiring knowledge, attitude, beliefs, norms, and values as a member of society. It is considered as a means of achieving social and cultural continuities. നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും തുടർന്നു പോകുന്നത് ഇത്തരം സോഷ്യലൈസേഷനിലൂടെയാണ്. ജനറേഷൻസ് ടു ജനറേഷൻ സോഷ്യലൈസേഷൻ വഴിയാണ് ഇത്തരം പല കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ് ആണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്നുള്ളത്. ദിസ് പ്രോസസ് പ്രൈമറിലി ഷേപ്ഡ് ബൈ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് equips individuals with necessary skills and knowledge to fulfill their roles within their community. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ റോൾ എന്താണ്, നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട പല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുക. ബേസിക്കലി പ്രൈമറിലി അത് തുടങ്ങുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ആണെങ്കിലും പിന്നീട് നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു അവരൊക്കെ ഈ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ആരൊക്കെയാണ് പഠിപ്പിക്കണത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോഷ്യലൈസേഷന് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് സോഷ്യലൈസേഷൻ? 5 തരത്തിലുള്ള സോഷ്യലൈസേഷൻ ആണ് ഉള്ളത്. പ്രൈമറി സോഷ്യലൈസേഷൻ, secondary socialization, gender socialization, anticipatory socialization, and re-socialization. Okay, ഓരോന്ന് എന്താന്ന് നോക്കാം. The first is primary socialization. എന്താണ് primary socialization? It is the most basic form of socialization that happens during infancy and childhood. ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവൾക്ക് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അവൾക്ക് ലഭിക്കുന്ന സോഷ്യലൈസേഷൻ ആണ് ഏത്? പ്രൈമറി സോഷ്യലൈസേഷൻ. യൂഷ്വലി ദ സ്റ്റേജ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫാമിലി. സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ആയിരിക്കുമല്ലോ ജനിച്ചു കഴിഞ്ഞാൽ. ത്രൂ പ്രൈമറി സോഷ്യലൈസേഷൻ എ ചൈൽഡ് ലേൺസ് എന്തൊക്കെയാണ് പഠിക്കുക? ലാംഗ്വേജ്, ബിഹേവിയർ, ബേസിക് നോളജ് ഓഫ് ലിവിങ് ആൻഡ് എവറിത്തിങ്. അതായത് ഇപ്പൊ നമ്മൾ നടക്കാൻ പഠിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നത്, സംസാരിക്കാൻ പഠിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഫാമിലിയിൽ വെച്ചിട്ടാണ്. ഒരു ഇൻഫാൻസി മുതൽ ചൈൽഡ്ഹുഡ് വരെയുള്ള കാലഘട്ടത്തിൽ പഠിക്കുന്ന ബേസിക് അറിവുകളാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്റ്റേജസിലേക്കൊക്കെയുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ രൂപപ്പെടുന്നതും ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈമറി സോഷ്യലൈസിങ് ഏജൻസ് ഫാമിലി ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻഫാൻസ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് പാസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഫാൻസി ചൈൽഡ്ഹുഡ് സ്റ്റേജ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗോ ടു സ്കൂൾ, അല്ലെ? നമ്മൾ സ്കൂളിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുവിധം നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. നോക്കാം. Secondary socialization takes place when the infant passes into childhood phase. It is the process by which an individual learning basic values, norms, behaviors for specific adult roles that are expected from outside the main agency of family. നമ്മൾ അത്രയും കാലം ഫാമിലി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് പോവാണ്, നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്, അല്ലെ? അവിടെയാണ് നമ്മുടെ ഫാമിലിയിലുള്ളത് അല്ലാത്ത ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരം കോണ്ടാക്ട് ആൻഡ് കണക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, നമ്മൾ ആസ് എ
ഒരു ആസ് എ പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ എന്തൊക്കെ റോൾസ് ആണ് ചെയ്യേണ്ടത്, സമൂഹത്തിൽ എന്തൊക്കെ നോംസ് ആണുള്ളത്, അതനുസരിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. ഇതിനെ നമ്മളൊരു ഫോർമൽ സ്റ്റേജ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കും. കാരണം നമ്മുടെ ഇൻഫോർമൽ ആയിട്ടുള്ള വീട്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു സോഷ്യലൈസേഷൻ ആണ്. Okay, it is a formal process of socialization, whereas schooling and education are considered to be main agencies here. This is also a stage in which individuals engage with groups like friends and peer groups. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീടിന്റെ പുറത്തുള്ള ഒരുപാട് ഗ്രൂപ്പ്സുമായിട്ട്, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സിന്റെ പേരൻസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പ്സുമായിട്ട് വി ആർ കമ്മിങ് ടു കോണ്ടാക്ട് അല്ലേ. ആൻഡ് നെക്സ്റ്റ് ഇസ് ജെൻഡർ സോഷ്യലൈസേഷൻ. ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ജെൻഡറിനെ കുറിച്ച്, നമ്മൾ ഏത് ജെൻഡറിൽ ഉൾപ്പെടുന്ന ആളാണ്, ആ ജെൻഡറിൽ നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടെ ജെൻഡർ റോൾസ് ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള നമ്മുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ വഴിയാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലേണിംഗ് ആൻഡ് ഇന്റേണലൈസിംഗ് എക്സ്പെക്റ്റഡ് ജെൻഡർ റോൾസ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, gender socialization occurs through 4 major agents of socialization like നമ്മൾ നേരത്തെ പറഞ്ഞു ഫാമിലി, സ്കൂൾ, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് മാസ് മീഡിയ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഏർലി സ്റ്റേജിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ പിയർ ഗ്രൂപ്പ്സും സ്കൂളും പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മാസ് മീഡിയയും എല്ലാം ഇതിൽ ഭാഗഭാക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ഇപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് കിച്ചൺ സെറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും ആൺകുട്ടികൾക്ക് നമ്മൾ ഡോക്ടർ സെറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജെൻഡർ സോഷ്യലൈസേഷൻ അവിടെ തന്നെ ഫീഡ് ചെയ്യാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ട്രൗസേഴ്സ് ഇടിപ്പിക്കുന്നത് ആൺകുട്ടികളെയാണ്, പെൺകുട്ടികളെ പാവാട ഇടിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സോഷ്യലൈസേഷൻസിനെയാണ് ഒരു ബേസിക് സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ഈ ഒരു റോൾസ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചൈൽഡ് ലേൺസ് ജെൻഡർ റോൾസ് പെർഫോംഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് ഫാമിലി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നെ കണ്ടു പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ, നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ, ഫ്രണ്ട്സിനെ, ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഓക്കെ എൻ്റെ സോഷ്യൽ ഗ്രൂപ്പിലുള്ള, എൻ്റെ ജെൻഡർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാനും അങ്ങനെ ആവണം എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. എന്താണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്തിനെയോ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യാണ്. എന്തിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഭാവിയിൽ ആയേക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായും ചെയ്യേണ്ടി വരുന്ന ഒരു റോളിനെ, ആ റോളിനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അത് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. അത് ചെയ്യാൻ വേണ്ടുന്ന സോഷ്യലൈസേഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. It refers to the process of learning and internalizing behaviors, norms, and values for future role or status one aspire to attain. Okay? This takes place in adolescence or early adulthood. It can be for attaining future occupation, position or personal relationship. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ അമ്മമാരല്ലേ. നീ അങ്ങോട്ട് പോണ്ട പെണ്ണാണ്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുക്കള പണി പഠിക്കണം. ഇതൊക്കെ ഒരു തരത്തിലുള്ള ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ്. നാളെ നീ ചെയ്യേണ്ടുന്ന ഒരു രീതിക്ക് വേണ്ടി ഇന്നേ നമ്മളെ തയ്യാറാക്കുന്ന രീതി. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുക, അതൊരു തരത്തിലുള്ള ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് റീസോഷ്യലൈസേഷൻ. റീസോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. ഇറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഓർ ഓൾട്ടറിങ് വാല്യൂസ്, beliefs and behavioral patterns acquired by an individual as a part of adopting into new cultural or social environment. നമ്മൾ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ നിന്ന് മാറി നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീസോഷ്യലൈസേഷൻ. അതായത് അപ്പൊ നമുക്ക് നിലനിൽക്കുന്നതിനെയൊക്കെ മറന്നേ പറ്റൂ. നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ പുതിയ കാര്യങ്ങളെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ്. It involves unlearning and undoing the things we are already learned. Okay? It can be voluntary as well as involuntary. നമുക്ക് വേണ്ടിയിട്ടും പഠിക്കാം, അല്ലാതെ ഇൻവോളണ്ടറി ആയിട്ടും ഇത് പഠിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ,
നമ്മൾ അബ്രോഡൊക്കെ പോവേണ്ടി വരുന്ന ആൾക്കാർ, തികച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് അവർ പോകുന്നത്. എൻവയോൺമെന്റേ വേറെയാണ് അല്ലെ. ജയിലിൽ കിടക്കുന്ന ആൾക്കാർ, നമ്മൾ നിലനിന്നിരുന്ന സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യൽ എൻവയോൺമെന്റ് ആണ് ജയിൽ എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ വിവാഹം, പെൺകുട്ടികൾ പോകുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങോട്ട് വരുന്നത്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസോഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ഇതൊക്കെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോഷ്യലൈസേഷൻ എന്താണെന്ന് എഴുതുക, അതിന്റെ ടൈപ്സ് എഴുതുക. ഓക്കെ, ഇന്നത്തെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് സമർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.